തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട എപ്പിസോഡുകളിൽ ഒന്നാണ് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡ്. അതിന് കാരണം ബിഗ് ബോസ് കൊടുത്ത സീക്രട്ട് ടാസ്കും അവസാനം നടന്ന കുറച്ച് കാര്യങ്ങളുമാണ്. ടാസ്കിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോകളിലായിട്ട് ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പ്ലാൻഡ് ആയിട്ടാണ് കേട്ടോ ആര്യൻ ഈ ടാസ്ക് ചെയ്തത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫോൺ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി കൊണ്ടുവന്ന് ബാത്റൂമിനകത്ത് ഇട്ട് വെള്ളം നനച്ച് അത് പിഴിഞ്ഞിടാനെന്നും പറഞ്ഞ് കുട എടുത്തും കൊണ്ടുപോയിട്ട് ഗാർഡൻ ഏരിയയിൽ നിന്ന് എടുത്തതാണ് ആദ്യത്തെ കോള്. അതിനുശേഷം തലയിൽ കൂടെ തുണി ഇട്ടുകൊണ്ട് ആ തുണി മടക്കി വെക്കുന്ന പോലെയൊക്കെ നിന്നിട്ട് അങ്ങനെ ഗംഭീരം. ആദ്യത്തെ ആര്യന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. അക്ബറും കൂടി ജോയിൻ ചെയ്ത സമയത്ത് അത് ഇടയ്ക്കൊന്ന് അക്ബർ ഒന്ന് കൺഫ്യൂഷൻ ആക്കി 4 പേരെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത്. എന്നിരുന്നാലും രണ്ടുപേരും കൂടെ ഗംഭീരമായിട്ട് ടാസ്ക് കണ്ടിന്യൂ ചെയ്തു. സാബുമാനും ലക്ഷ്മിയും കൂടെ വന്നപ്പോൾ അത് കുറച്ചും കൂടെ രസമായി. ഈ ചിക്കൻ കാല് കണ്ടപ്പോൾ ലക്ഷ്മിയുടെ സന്തോഷം ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ എന്തായാലും അതിനുശേഷമാണ് ലക്ഷ്മിക്ക് ഒരു വിശ്വാസമൊക്കെ വന്നത്. ചിക്കൻ പോയിരുന്ന് കഴിച്ചതും നല്ല രസമുണ്ടായിരുന്നു. കാരണം ലക്ഷ്മി ഇങ്ങനെ ചിരിച്ചൊക്കെ കാണുന്ന അപൂർവമായിട്ടാണ്. ബിഗ് ബോസിനകത്ത് എപ്പോഴും മറ്റേ മസിൽ പിടിച്ച് ഗൗരവം വരുത്തിയിട്ടാണല്ലോ ലക്ഷ്മി ബിഗ് ബോസിനകത്ത് ഇന്നലെ വരെ നിന്നത്. ഇന്ന് ചിക്കൻ കാല് കണ്ടപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ച് എല്ലാവരുടെ സാധാരണ മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. എന്തായാലും അതിനുശേഷം പിന്നീട് ഈ ഷാനവാസിനെ തെരഞ്ഞെടുക്കാനുള്ള അവരുടെ ഒരു തീരുമാനമായിരുന്നു പാളിപ്പോയത്. ഒരു പക്ഷേ നെവിൻ ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എന്നിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഷാനവാസ് ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് ആദിലേരെ നൂറേരെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ അവസാനം സാബുവിനെ കൊണ്ടുവന്ന് ഇവർ ആ ഒരു സ്മോക്കിംഗ് ഏരിയയിൽ കയറ്റിയല്ലോ. അതോടെ ആക്ച്വലി ഇവരുടെ ടാസ്ക് പൂർത്തിയായി. പിന്നെ ഫുഡ് കഴിച്ച് തീർക്കുക എന്നുള്ളതായിരുന്നു അവശേഷിച്ചിരുന്ന ടാസ്ക്. പക്ഷേ ബിഗ് ബോസ് വളരെ കൂടുതൽ ഫുഡ് തന്നെയാണ് കൊടുത്തത്. ശരിക്കും ഈ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തതിന്റെ ഉദ്ദേശം സാബുവിനെ ഭയങ്കര രസമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ടാസ്കിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു ടാസ്ക് ആണ്. അതിനകത്ത് സാബുവിനെ ഈ സ്മോക്കിംഗ് ഏരിയയിൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ ഇവരുടെ ടാസ്ക് ആക്ച്വലി പൂർത്തിയായി. പിന്നെ എങ്ങനെ സാബുവിനെ പുറത്തിറക്കും? സാബു വരുമ്പോൾ ഒരു മാസമായിട്ട് വരണം. അവിടെയാണ് അനുമോള് ഒരു രസകരമായ ഒരു ഗെയിമുമായിട്ട് വരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനുമോളുടെ ആ ഒരു പാർട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ അനുമോൾ ഒരു കുട്ടി CID തന്നെ കളിച്ചു എന്ന് പറയേണ്ടി വരും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷമാണല്ലോ ബിഗ് ബോസ് പറഞ്ഞത് പുള്ളിക്ക് അവിടെ തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അവിടുന്ന് മാറ്റി മാറ്റി നിർത്തണമെന്ന് പറഞ്ഞല്ലോ. ഇവർ ഈ ഫുഡ് കഴിച്ച് തീരുന്നത് വരെ ഒരുപക്ഷെ അങ്ങനെ മാറ്റി മാറ്റി നിർത്തി ഇവർ ഫുഡ് കഴിച്ച് തീർന്നതിന് ശേഷം സാബുവിനെ കൊണ്ടുവരുന്നതിനേക്കാൾ കുറച്ചും കൂടെ രസകരമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് മാറിയത്. അല്ലാതെ അനുമോൾ ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നപ്പോഴാണ്. സാബുവിനെ ഇവർ ഈ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അനുമോൾക്ക് ഒരു ചെറിയ സംശയം, ഭയങ്കരമായിട്ടൊന്നും കത്തിയിട്ടില്ല, അത് എപ്പിസോഡിൽ വ്യക്തമാണ്. ചെറിയൊരു സംശയം, അത് ആരും തന്നെയാണോ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഒരു സംശയം, എന്തായാലും ഒന്ന് ബാത്റൂം വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അനുമോള് ബാത്റൂം ഏരിയയിലേക്ക് പോകുമ്പോൾ